വെൽക്കം ടു സേറാസ് കെമിസ്ട്രീസ് ലാബ് സപ്പോർട്ട്. കെമിസ്ട്രി പ്രാക്ടിക്കൽ ലാബ് സീരീസിൽ സെക്കൻഡ് ക്ലാസ് ക്വാളിറ്റേറ്റീവ് ഓർഗാനിക് അനാലിസിസ് BSc കെമിസ്ട്രി സബ്സിഡിയറി കെമിസ്ട്രി സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ലാബാണ്. ഈ ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ കംപ്ലീറ്റ് ആയി കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കോമ്പൗണ്ട് ഏതർ ലിക്വിഡ് ഫോമിലോ സോളിഡ് ഫോമിലോ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ലിക്വിഡ് ഫോമിൽ നമുക്ക് ലഭിക്കുന്ന കോമ്പൗണ്ട്സ് ആൽഡിഹൈഡ്, ഫിനോൾ, അമീൻ, കീറ്റോൺ, എസ്റ്റർ, നൈട്രോ കോമ്പൗണ്ട്. പൗഡേർഡ് ഫോമിൽ നമുക്ക് ലഭിക്കുന്നത് ആസിഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് മോണോകാർബോക്സിലിക് ആസിഡ്, അൺസാച്ചുറേറ്റഡ് മോണോകാർബോക്സിലിക് ആസിഡ്, ദെൻ ഡൈകാർബോക്സിലിക് ആസിഡ്. നെക്സ്റ്റ് ഈസ് കാർബോഹൈഡ്രേറ്റ്, യൂറിയ. ക്വാളിറ്റേറ്റീവ് ഓർഗാനിക് അനാലിസിസ് ലാബിൽ നമുക്ക് ലഭിക്കാനിടയുള്ള 12 കോമ്പൗണ്ട്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് 12 ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. അതിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അലിഫാറ്റിക് ഓർ അരോമാറ്റിക്, സാച്ചുറേറ്റഡ് ഓർ അൺസാച്ചുറേറ്റഡ്, ദെൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിക്റ്റേറ്റ് ചെയ്യുക, കൺഫർമേഷൻ സ്റ്റെപ്പ്, ദെൻ പ്രിപ്പയർ ദ ഡെറിവേറ്റീവ്. ആ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് ഈ ടേബിളിൽ തന്നിരിക്കുന്നു. ഫസ്റ്റ് നമുക്ക് ടേബിൾ ഒന്ന് പരിചയപ്പെടാം. മോണോകാർബോക്സിലിക് ആസിഡ്, ദെൻ എക്സാമ്പിൾ മോണോകാർബോക്സിലിക് ആസിഡിന് എക്സാമ്പിളാണ് ബെൻസോയിക് ആസിഡ്. ദെൻ ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ആസ് അരോമാറ്റിക്, സാച്ചുറേറ്റഡ്, മോണോകാർബോക്സിലിക് ആസിഡ്. സ്ട്രക്ചറിൽ നിന്ന് തന്നെ നമുക്കറിയാം ബെൻസീൻ റിംഗ് ഉണ്ട്, സോ ഇറ്റ് ഈസ് അരോമാറ്റിക്. Then there is no unsaturation. Then carboxylic acid group is there. The next possibility, monocarboxylic acid in unsaturated form. Example, cinnamic acid. There is a double bond, so it is reported as aromatic unsaturated monocarboxylic acid. Third one, dicarboxylic acid. It is phthalic acid. It is reported as aromatic saturated dicarboxylic acid. Again, it is aldehyde, then example benzaldehyde, then aromatic saturated aldehyde. Next is carbohydrate, example glucose. It is aliphatic compound, so it is reported as aliphatic saturated carbohydrate. Next one is amine, example aniline, reported as aromatic saturated primary amine. Next is phenol. The structure is given here. It is reported as aromatic saturated phenol. Next is diamide, example urea. It is reported as aliphatic saturated diamide. Next is ester, example ethyl benzoate. It is reported as aromatic saturated ester. Then next is nitro compound, example nitrobenzene, reported as aromatic saturated nitro compound. Then ketone, example benzophenone, it is reported as aromatic saturated ketone. Then last one, polycyclic hydrocarbon, example naphthalene, aromatic saturated polycyclic hydrocarbon. പ്രിലിമിനറി ടെസ്റ്റുകളിലൂടെ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഏതെന്നുള്ള അസംഷനിലേക്ക് എത്താം. ഇൻസോലുബിൾ ഇൻ കോൾഡ് വാട്ടർ, ദാറ്റ് മീൻസ് ആബ്സെൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഡയമൈഡ്. ദെൻ NaOHലെ സോലുബിലിറ്റി ടെസ്റ്റ് ചെയ്യുക. സോഡിയം ഹൈഡ്രോക്സൈഡിൽ സോലുബിൾ ആണെങ്കിൽ പ്രസൻസ് ഓഫ് ആസിഡ് ആൻഡ് ഫിനോൾ, ആസിഡ് ആൻഡ് ആൽക്കലി റിയാക്ടിംഗ് to form salt and water. Then last one, insoluble in dilute HCl. Dilute HCl solubility check ചെയ്യുക. ഇൻസോലുബിൾ ആണെങ്കിൽ ആബ്സെൻസ് ഓഫ് അമീൻ. ഡൈല്യൂട്ട് HClൽ സോലുബിൾ ആയാൽ അമീൻ ആവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വെദർ ഇറ്റ് ഈസ് അലിഫാറ്റിക് ഓർ അരോമാറ്റിക്. Then we have to take the compound in a nickel spatula and it is ignited. സബ്സ്റ്റൻസ് നിക്കൽ സ്പാച്ചുലയിൽ എടുത്തിട്ട് ജസ്റ്റ് ബേൺ ചെയ്യുക. സ്മോക്കി ഫ്ലെയിംസ് ആണ് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് അരോമാറ്റിക് കോമ്പൗണ്ട്. നൈട്രേഷൻ ടെസ്റ്റാണ്. സബ്സ്റ്റൻസ് ആഡഡ് ടു നൈട്രേറ്റിംഗ് മിക്സ്ചർ. നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്നാൽ 1 ml കോൺസെൻട്രേറ്റഡ് HNO3 നൈട്രിക് ആസിഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈക്വൽ എമൗണ്ട് ആയിരിക്കണം.
then little of the substance added to it, then kept in boiling water bath, yellow solution or separation of yellow solids that indicate the substance is aromatic. 1. The test for unsaturation or saturation. നമുക്ക് ലഭിച്ചിരിക്കുന്ന കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റാണിത്. ഫസ്റ്റ് ടെസ്റ്റ് ബേയേഴ്സ് ടെസ്റ്റ്. സബ്സ്റ്റൻസ് മിക്സ്ഡ് വിത്ത് വാട്ടർ, 2 or 3 drops of dilute potassium permanganate added. ഒബ്സർവേഷൻ ചെക്ക് ചെയ്യുക. ദ കളർ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് വയലറ്റ് പിങ്ക്. ആഫ്റ്റർ ഡീകളറൈസേഷൻ ഒരു ബ്രൗൺ ഷെയ്ഡിനകത്തേക്ക് ഈ കളർ ചേഞ്ച് ചെയ്യും. ടെസ്റ്റ് ട്യൂബ് നോക്കിയാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് അൺസാച്ചുറേഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ആൽഡിഹൈഡ് ഡീകളറൈസിങ് ഓൺ ബേയേഴ്സ് ടെസ്റ്റ്. അൺസാച്ചുറേഷൻ മാത്രമല്ല, ഈസിലി ഓക്സിഡൈസിങ് ഗ്രൂപ്പ്സ് such as aldehyde that decolorize potassium permanganate. ഈ റിയാക്ഷൻ മിസ്ലീഡ് ആയി പോകരുത്. സോ അഗെയിൻ ദ അൺസാച്ചുറേഷൻ ഈസ് ടെസ്റ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ. സൊല്യൂഷൻ്റെ യെല്ലോ കളർ ചേഞ്ച് ചെയ്ത് ട്രാൻസ്പെറൻ്റ് ആയി മാറും. സോ ആൽഡിഹൈഡ് ഫസ്റ്റ് റിയാക്ഷനിൽ ഡീകളറൈസേഷൻ തന്നെങ്കിലും ബ്രോമിൻ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻസ് ഡീകളറൈസേഷൻ കാണിക്കില്ല. സോ ബേയേഴ്സ് ടെസ്റ്റും ബ്രോമിൻ വാട്ടർ ഉള്ള ടെസ്റ്റിൽ തമ്മിൽ നമുക്ക് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ സാധിക്കും. ബേയേഴ്സ് ടെസ്റ്റ് അൺസാച്ചുറേഷനും ഈസിലി ഓക്സിഡൈസബിൾ ആയിട്ടുള്ള ഗ്രൂപ്പും ഡീകളറൈസേഷൻ കാണിക്കുമ്പോൾ ബ്രോമിൻ വാട്ടർ അൺസാച്ചുറേഷൻ മാത്രമാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ദ ഡിറ്റക്ഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫസ്റ്റ് വൺ ഈസ് കാർബോക്സിലിക് ആസിഡ്. സബ്സ്റ്റൻസ് മിക്സ്ഡ് വിത്ത് സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ. സ്ട്രോങ് സോഡിയം കാർബണേറ്റ് സൊല്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ ഭംഗിയായി ബ്രിസ്ക് എഫറസൻസ് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഈസ് ദ ടെസ്റ്റ് ഫോർ അരോമാറ്റിക് അമൈഡ് ഓർ എസ്റ്റർ. സബ്സ്റ്റൻസ് റിയാക്റ്റിംഗ് വിത്ത് 20% NaOH. ഹീറ്റ് ചെയ്യുക 30 minutes, ദെൻ കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്യുക. വി ഗെറ്റ് വൈറ്റ് precipitate. നെക്സ്റ്റ് ഈസ് ദ ടെസ്റ്റ് ഫോർ അമീൻ. സബ്സ്റ്റൻസ് റിയാക്റ്റിംഗ് വിത്ത് ഡൈല്യൂട്ട് HCl. സോലുബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമുക്ക് കിട്ടുക. ദെൻ NaOH ആഡ് ചെയ്യുമ്പോൾ റീജനറേറ്റ് ദ precipitate, വൈറ്റ് precipitate വീണ്ടും ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ദിസ് ഈസ് ദ ടെസ്റ്റ് ഫോർ അമീൻ. നെക്സ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് കാർബോഹൈഡ്രേറ്റ്. സബ്സ്റ്റൻസ് ഹീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് H2SO4. ഇറ്റ് ഈസ് ചാർഡ് വിത്ത് ദ സ്മെൽ ഓഫ് ബേൺഡ് ഷുഗർ. പഞ്ചസാര കരിയുന്ന ആ സ്മെല്ലും കളറുമായിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫിനോൾ. നമുക്ക് കിട്ടിയിരിക്കുന്ന കോമ്പൗണ്ട് ദാറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് ആൽക്കഹോൾ, 1 drop. ദിസ് സൊല്യൂഷൻ ഈസ് ആഡഡ് ടു 2 ml ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ. ഒരു വയലറ്റ് കളേർഡ് സൊല്യൂഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ദിസ് ഈസ് ദ ടെസ്റ്റ് ഫോർ ഫിനോൾ. ദെൻ ദ ടെസ്റ്റ് ഫോർ കാർബണിൽ കോമ്പൗണ്ട്, ആൽഡിഹൈഡ് ഓർ കീറ്റോൺസ്. സബ്സ്റ്റൻസ് 2 ml ബോഷേഴ്സ് റിയേജൻറ്റുമായി റിയാക്ട് ചെയ്യുക. ദെൻ കെപ്റ്റ് ഇൻ ബോയിലിംഗ് വാട്ടർ ബാത്ത്, ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുക. യെല്ലോ precipitate ഫോം ചെയ്യും. ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. നെക്സ്റ്റ് ഈസ് ദ ടെസ്റ്റ് ഫോർ കാർബോഹൈഡ്രേറ്റ്. അഗെയിൻ മൊളീഷ്യസ് റിയേജൻറ്റ്. സബ്സ്റ്റൻസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അതിനുശേഷം 2 drops ഓഫ് 1% ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് ആൽഫ നാഫ്തോൾ ആഡ് ചെയ്യുക. ദെൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൂടെ ആഡ് ചെയ്യുക. ഒരു വയലറ്റ് റിംഗ് at the junction of liquid form ചെയ്യും. It is a test for carbohydrate. Then giving some observations of confirmatory test. Fluorescent color of dicarboxylic acid. Confirmatory test for carbohydrate. Substance boiled with NaOH. The solution turned to yellow or brown. That indicate the presence of reducing sugar. Then Fehling solution test that gives red precipitate. It is the confirmatory test for functional group phenol. First one is Stalin fusion test. A deep red solution is formed. Next is Lieberman nitroso reaction. Solid sodium nitrate is added to little of the substance. Few drops of concentrated sulfuric acid added, heated, cooled and diluted very carefully. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു റെഡ് സൊല്യൂഷൻ ആണ്. ദെൻ എക്സസ് ആൽക്കലി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ടേൺസ് ടു ബ്ലൂ. ഇത് അമൈഡിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റുകളാണ്. സബ്സ്റ്റൻസ് ഹീറ്റഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്.
അമോണിയ ഗ്യാസ് ഇൻവോൾവ്. നമുക്ക് ആ സ്മെല്ലിൽ നിന്ന് തന്നെ അമോണിയ ഗ്യാസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. മാത്രമല്ല വിച്ച് ടേൺസ് റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. നെക്സ്റ്റ് കൺഫർമേറ്ററി ടെസ്റ്റ് ഈസ് ബൈയൂററ്റ് ടെസ്റ്റ്. സബ്സ്റ്റൻസ് ജെൻലി ഹീറ്റഡ് ഇൻ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. അത് മെൽറ്റ് ആവുന്നത് വരെ ഹീറ്റ് ചെയ്യുക. മാത്രമല്ല വേപ്പേഴ്സിൻ്റെ എമൗണ്ട് ഡിക്രീസ് ആയി വരും. ദെൻ കൂൾ ചെയ്യുക. ദ റെസിഡ്യൂ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ദെൻ ഫ്യൂ ഡ്രോപ്സ് ഓഫ് NaOH സൊല്യൂഷൻ അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. മാത്രമല്ല ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും ആഡ് ചെയ്യുന്നു. എ വയലറ്റ് കളർ ഈസ് പ്രൊഡ്യൂസ്ഡ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ഡൈഅമൈഡ്. Next is the confirmatory test for amine substance reacting with dilute HCl cooled and ice cold solution of sodium nitrate added. A pale yellow solution is formed that indicate the presence of amine. Then to the above solution we added an ice cold solution of beta naphthalene NaOH. We get a scarlet red dye that indicate the presence of aromatic primary amine. The confirmatory test for aldehyde, the substance treating with tolerance reagent heated in water bath. A silver mirror or black precipitate is formed, the presence of aldehyde. Then next is the substance reacting with Schiff's reagent, a violet color produced. The final one, the confirmatory test for polynuclear hydrocarbon benzene solution of a substance and picric acid mixed well and allowed to evaporate. A crystalline yellow precipitate is formed. Substance is dissolved in benzene solution and picric acid also dissolved in benzene, then allowed to mix, then evaporate. We get a yellow crystalline precipitate. Thank you for watching. കൂടുതൽ വീഡിയോകൾക്കായി സെറ ലാബ് സപ്പോർട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യൂ. എക്സ്പെക്റ്റ് ചെയ്യുന്ന വീഡിയോകൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. താങ്ക് യു വൺസ് അഗെയിൻ.